ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ? കുറച്ച് കക്കയിറച്ചി ഇട്ടിട്ടുണ്ട്. ഇത് ഞാനൊന്ന് ഫ്രൈ ചെയ്യാൻ പോവാം. അതിനകത്തോട്ട് ഒരു 4 പച്ചമുളക് മുറിച്ചത്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് കറിവേപ്പില, ഒന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ച് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം. പാകത്തിന് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒരു പിഞ്ച് മഞ്ഞപ്പൊടിയും കൂടെ ഇട്ടിട്ട് നമുക്കങ്ങ് വേവിച്ചെടുക്കാവേ. ഇതിവിടെ ഇരുന്ന് വേകുന്ന സമയത്ത് ഇത് ഫ്രൈ ആക്കാനുള്ള സാധനങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യാവേ. നമ്മുടെ കക്കയിറച്ചിയൊക്കെ അതാ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ചട്ടി ചൂടായപ്പോൾ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ. പട്ട, ഗ്രാമ്പൂ, പെരുംജീരകം എല്ലാം കൂടി ഇതിനകത്തോട്ട് ഇടുക കേട്ടോ. പൊടിച്ചെല്ലാം ചേർക്കുന്നത് ഇങ്ങനെയാണ്. ഇനി തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാവേ. തേങ്ങാക്കൊത്തൊക്കെ ചുമന്ന് വന്നപ്പം ചെറിയുള്ളി ഇട്ട് കൊടുക്കാവേ. ഇനി നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി കുറച്ച് നമ്മൾ ചേർത്തതാ, പക്ഷേ ഗ്യാസിൻ്റെയൊക്കെ പ്രശ്നം വരുന്നത് കൊണ്ട് എന്തായാലും കുറച്ചും കൂടെ ചേർക്കണം. കുറച്ച് കറിവേപ്പില, ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാവേ. കാരണം എനിക്ക് കുരുമുളക് പൊടിയാണ് കൂടുതൽ എടുത്തേക്കുന്നത്. പിന്നെ ഇത് എൻ്റെ സ്പെഷ്യൽ ബീഫ് മസാലയാണ്. ഇത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കക്കയിറച്ചി ഇട്ട് കൊടുക്കണം. ഞാനേ ഒന്ന് ചട്ടി മാറി കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ ഫ്രൈ ആകണമെങ്കിൽ അതിനകത്ത് കിടന്നാവൂല, ഇത്രയും സാധനം ഇല്ലേ. അപ്പം നമ്മുടെ കക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം തണുത്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇനിയിപ്പോൾ ഇത് പ്ലേറ്റിലോട്ടൊന്നും മാറ്റേണ്ട കാര്യമില്ല, ഇങ്ങനെ തന്നെ കാണുമ്പോൾ നല്ല ഭംഗിയില്ല. അപ്പോൾ ഇത് തണുത്താലേ എനിക്ക് മാറ്റാനും പറ്റുള്ളേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.